ഇതെന്തെങ്കിലും ഫസ്റ്റ് പ്രൈസ് കിട്ടും. കുട്ടിക്ക് എന്താണ് ചെയ്യാനുള്ളത്? എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കണോ? അതിന് കുട്ടി നന്നായി ശ്രമിക്കുമോ? ശ്രമിക്കും. എന്താണ് ശ്രമിക്കുന്നത്? അയ്യേ ഇതെന്ത്? അപ്പം കുട്ടി ഇപ്പം ഏതാണ്, LP ആണോ UP ആണോ പഠിക്കുന്നത്? കുട്ടി LP. അത് വായ കടിക്കാണ്ട് പറയണം. അതാണ് ഇവിടുത്തെ നിയമം. നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചപ്പക്കല്ലോ പൊടിയും. വായ കൈയിടാനും പാടില്ല. LP എത്രാം ക്ലാസ്സിലാ? LPയിൽ എത്രാം ക്ലാസ്സിലാ? അതിന് ഞാൻ എൻ്റെ വീട്ടിലൊന്നുമല്ലേ താമസിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ വേണമല്ലേ? ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആണോ? അല്ല. ഓക്കെ, അപ്പം മാസത്തിലെ ഫീസ് അറിയോ മോൾക്ക്? ഇല്ല. നിങ്ങൾക്കല്ലേ അറിയില്ല, എനിക്കറിയോ. വേണ്ട. അപ്പം ഫീസ് എന്ന് വെച്ചാൽ ഒരു 1000 രൂപയാവുള്ളൂ കേട്ടോ. 1000 രൂപ ഇവിടെ നടക്കൂല. 5000 രൂപ പോലും ഇവിടെ നടക്കും. കാറ് പറയുന്നു 1 രൂപയാ. എന്തിനാ 1 രൂപ? എനിക്കൊരു മിഠായി വാങ്ങിക്കാൻ പോലും തികയില്ല. അത് മാസത്തെ 1000 രൂപ വെച്ചാ, അല്ലെങ്കിൽ പോണം. എന്നാ പിന്നെ അഡ്മിഷൻ ഫീസാ എത്ര? 1 രൂപ. അല്ല, 2000 വേണം. 2000 ഇതെക്കാട്ടി കൂടുതലാണ്. 2000. എനിക്ക് 2000 തന്നെ വേണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണം. ഫസ്റ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ മതി. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളെ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഡിസിപ്ലിൻ വേണം. ഇത് ഡിസിപ്ലിൻ അല്ല, ഇത് അലമ്പ് പരിപാടികളാണ്. ഇതിവിടെ നടക്കില്ല. നല്ല ഡിസിപ്ലിൻ വേണം. പിന്നീട് എന്താ അവിടെ കിണിക്കല്? അപ്പം കുട്ടി ഭയങ്കര ഫിറ്റാണോ? അറിയില്ല, അമ്മയോട് ചോദിക്കണം. ബെസ്റ്റ്. തനിക്കറിയില്ലേ താൻ ഫിറ്റാണോന്ന്? അറിയില്ല. എത്ര പാക്ക് ഉണ്ട് തനിക്ക്? അറിയില്ല. 6 പാക്ക്? ഇല്ല. 4 പാക്ക്? അറിയില്ല. 3 പാക്ക്? അറിയില്ല. 5 പാക്ക് മറന്നുപോയി? അറിയില്ല. അന്ന് വേണ്ട. അപ്പം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓടുമ്പോൾ അങ്ങനെ ഒന്നും ആക്കണ്ട, അത് ഭാഷാക്കിക്കോളും. ഫസ്റ്റ് തന്നെ നമ്മൾ ഓടുമ്പോൾ മൂക്കിക്കൂടെ മാത്രം വലിക്കാൻ പാടുള്ളൂ. മൂക്കിക്കൂടെ വലിക്കാൻ പാടുള്ളൂ, വേറെ ഒരു സൈഡിൽ നിന്നും വലിക്കാൻ പാടില്ല. നോ. ജലദോഷം ഉണ്ടോ കുട്ടിക്ക്? ഓക്കെ. അപ്പം എന്തുറ്റി? പുഷ്പ സിനിമയൊന്നും ഇവിടെ, ഇത് തിയേറ്ററിലല്ല, ഇത് റണ്ണിങ് ക്ലാസ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാലേ എപ്പോഴും നമ്മൾ മൂക്കിക്കോടെ മാത്രം എടുക്കാൻ പാടുള്ളൂ. വായക്കോടെ എടുത്താൽ നല്ല കൊട്ട് കിട്ടും. അടുത്തത് പിന്നെന്ത് വേണം നമുക്ക്? പിന്നെ അടുത്തത് നമ്മൾ ഓടുമ്പോൾ എന്നെ വേണം തോൽപ്പിക്കാൻ. അല്ല, ഫസ്റ്റ് എന്നെ തോൽപ്പിച്ചാൽ നിനക്ക് ഫസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ തേർഡൊക്കെ കിട്ടും. പിന്നെ നന്നായി എക്സസൈസ് ചെയ്യണം. വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാനൊക്കെ ചെയ്യണം. ഓക്കെ, നടക്കണ്ട. പക്ഷെ എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ പറയാം. പേറ്റ് പിന്നെന്തായിരുന്നു? എക്സസൈസ് തുടങ്ങാം. അവിടെ കിടക്കാനുള്ളതല്ല, ഇത് മാഷിൻ്റെ കസേരയെ പോയെ എവിടെയൊക്കെ വന്നിരിക്കണേ. തനിക്ക് ഇവിടെ സ്ഥാനമില്ല. ആ ഡ്രോയിങ് ബുക്ക് എൻ്റെ കൊച്ചിൻ്റെ അവിടെ വെച്ചേ. ഞാൻ ഒറ്റ വിൽക്കരുട്ടാ. നീ 2000 രൂപ കൊടുക്കേണ്ടി വരും. നിന്ന അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി.
അല്ല ഞാൻ ഡാൻസ് മാഷ. ആദ്യം തന്നെ നമ്മൾ എങ്ങനെ ചെയ്യണം? അങ്ങനൊന്നുമല്ല, അത് തന്നെ ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ നമ്മൾ ഇങ്ങനെ വിട്ടാൽ കൈ മറക്കി മാറ്റി ഇതില്ല, സോറി, നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഇത് ചെയ്യണം അല്ലേ കുട്ടി? അതെ അതന്നെ. തമാശ നീ ഓക്കല്ല മാഷിന്റെ കുണ്ടിയിട്ട്. അപ്പം ഇത് ചെയ്യാൻ അറിയോ കുട്ടിക്ക്? അറിയാം. എന്നൊന്ന് കാണട്ടെ, അവിടെ പോയിരുന്നു ചെയ്തേ. ഇത് ഡാൻസാ. ആ പാട്ടും കൂടി വെച്ചുതരാം, ഒടിമക പാട്ട്. മകനെ ആ അതും വിശ്വസിച്ചു. മര്യാദക്ക് ചെയ്തേ. ഇങ്ങനെ റൊട്ടേറ്റ് ആ ഇനി അടുത്തത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം. ഇതിങ്ങനല്ലോ, രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ സിറ്റപ്പ്. ഓക്കെ സെറ്റ്. അടുത്തത് കാല് അതിങ്ങനെ ഇങ്ങനെ രണ്ട് കൈയും വെച്ച് ചെയ്തോ. ആ കൊച്ചു പൂമ്പാറ്റേ ആ പാട്ട് ഇടാം. അതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത് കുട്ടി, എനിക്കറിയില്ല. ഇങ്ങനെ നല്ല ഫാറ്റ് ആവാം. ഇങ്ങനെ വലിയണം. ഇത് കൊച്ചു ചെയ്യുക. ഓക്കെ, പോ കൊച്ച്, നീ ചെയ്യും. എന്താ തകിട തക്തിൻ പറ്റില്ല, അതൊന്നും ഇവിടെ നടക്കില്ല. ഇന്നത്തേക്ക് ഇത്ര മതി. ഒരു പുഷപ്പും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. ആ ഓട്ട മത്സരം ഒന്നും ഫസ്റ്റ് ദിവസം ഇല്ല. ഓ അങ്ങനെയാ. എന്ത്? അടുത്ത ദിവസം ഓട്ട മത്സരം ഉള്ളൂ. കുഴപ്പമുണ്ടോ അതില്? തൻ്റെ അച്ഛനും അമ്മ എന്തായിരുന്നു ഫസ്റ്റ് ദിവസം വരാതിരുന്നേ? അച്ഛനമ്മയ്ക്ക് വയ്യേ? അവിടെ പിന്നെ നീ എന്താ ഫ്ലാഷാ പോയിട്ട് അച്ഛനമ്മയെ വിളിക്കേ? ഓക്കെ, അതൊക്കെ മതി, അവിടെ ഇരിക്കി. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബാഗ് എടുത്ത് പൊക്കോ.